ഈ കലിയുഗത്തിൽ ശുദ്ധിയിലേക്കുള്ള വഴി വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ടോ? തപസ്സോ കർമ്മങ്ങളോ അല്ല, ഭഗവാന്റെ ദിവ്യമായ കഥാശ്രവണം മാത്രം മതി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശുദ്ധി ആഗ്രഹിക്കുന്ന ഒരാൾ ഭാഗവത കഥ കേൾക്കാതിരിക്കുമോ? ഈ കലിദോഷത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന ആ ദിവ്യമായ ശ്രവണത്തിൻ്റെ മഹത്വമാണ് ഇന്നത്തെ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്ലോകം 16. കോവാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഢ്യകർമ്മണ ശുദ്ധികാമോ ന ശൃണുയാത് യഃ കലിമലാപഹം. ഒന്നുകൂടി നോക്കാം. കോവാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഢ്യകർമ്മണ ശുദ്ധികാമോ ന ശൃണുയാത് യഃ കലിമലാപഹം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. തസ്യ ഭഗവതഃ പുണ്യശ്ലോകേഢ്യകർമ്മണഃ യഃ കലിമലാപഹം ശുദ്ധികാമ വാക തം ന ശൃണുയാത്. ഒന്നുകൂടി നോക്കാം. തസ്യ ഭഗവതഃ പുണ്യശ്ലോക ഇഢ്യകർമ്മണ യഃ കലിമലാപഹം ശുദ്ധികാമ വാക തം ന ശൃണുയാത്. ഇനി നമുക്കിതിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. കോ വാ ഭഗവതഃ തസ്യ പുണ്യശ്ലോക ഈഢ്യ കർമ്മണഃ ശുദ്ധികാമ ന ശൃണുയാത് യഃ കലിമല അപഹം. ഒന്നുകൂടി നോക്കാം. കോ വാ ഭഗവതഃ തസ്യ പുണ്യശ്ലോക ഈഢ്യ കർമ്മണ ശുദ്ധികാമ ന ശൃണുയാത് യഃ കലിമല അപഹം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദാർത്ഥമായിട്ട് നോക്കാം. കോ ആരാണ്, വാ എങ്കിലും അല്ലെങ്കിൽ തീർച്ചയായും, ഭഗവത ആ ഭഗവാന്റെ, തസ്യ അവൻ്റെ, പുണ്യശ്ലോക പുണ്യമായ നാമങ്ങളുള്ള, ഈഢ്യ സ്തുതിക്കപ്പെടേണ്ട, കർമ്മണ കർമ്മങ്ങൾ ഉള്ളവൻ്റെ, ശുദ്ധികാമ ശുദ്ധി ആഗ്രഹിക്കുന്നവൻ, ന അല്ല, ശൃണുയാ കേൾക്കാതിരിക്കുക, യ ഏത്, കലി കലികാലത്തിൻ്റെ, മല മലിനത, അപഹം നീക്കുന്നവ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം. ഇനി നമുക്കിതിൻ്റെ സാരം നോക്കാം. ഈ കലികാലത്തിൻ്റെ മലിനത നീക്കുന്ന ഭഗവാന്റെ പുണ്യനാമങ്ങളെയും സ്തുതിക്കപ്പെടേണ്ട കർമ്മങ്ങളെയും ശുദ്ധി ആഗ്രഹിക്കുന്നവൻ കേൾക്കാതിരിക്കും എന്നത് സാധ്യമല്ല. ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ്, കലിയുഗത്തിൽ അനവധി കർമ്മങ്ങൾ നമ്മൾ ഏർപ്പെടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നാലെ പോകുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്നത്. ഇതിൽ നിന്നൊക്കെ എന്താണ് ഒരു പരിഹാരം? ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നതും അതേ കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് അനവധി വഴിപാടുകളും എല്ലാം കഴിച്ചു, എന്നിട്ടും എന്നിട്ടും ഒന്നും ശരിയാവുന്നില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഇതാ ഭാഗവതം തന്നെ പറയുന്നു. ഈ കലിയുഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്താണ്? ഭഗവത് നാമങ്ങൾ ജപിക്കുക എന്നതാണ്. നാമജപത്തിന് അത്രയധികം ഫലം അല്ലെങ്കിൽ അത്രയധികം പ്രാധാന്യമുണ്ട്. നാമജപത്തിലൂടെയാണ് ഭക്തി ഉണ്ടാവുക. അപ്പോൾ പൂർണ്ണമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് നാമജപം, ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ പുണ്യമായ നാമങ്ങളുടെ പ്രാധാന്യത്തെയാണ് ഈ ശ്ലോകം നമുക്കായിട്ട് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ നാമജപത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ദിവസവും നാമജപം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 10-15 മിനിറ്റ് നേരം ഭഗവത് നാമങ്ങൾ ജപിക്കുന്നതിനായിട്ട് മാറ്റിവെക്കാൻ സാധിച്ചാൽ അതുതന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. അപ്പം അതിനായിട്ട് ശ്രമിക്കുക. നാമജപത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. എല്ലാവരും നാമം ജപിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നാമം ജപിച്ചു നോക്കൂ. അതിൻ്റേതായ മാറ്റം തീർച്ചയായിട്ടും ജീവിതത്തിലുണ്ടാവും. അപ്പോൾ ഒരു സംശയം, ഈ നാമം ജപിച്ചാൽ എങ്ങനെയാണ് അവനവൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുക? ഇങ്ങനെയൊക്കെ സംശയം എല്ലാവർക്കും ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഭഗവത് നാമങ്ങൾ കുറച്ചു നേരം നാരായണ നാരായണ എന്നോ ഏതെങ്കിലും ഒരു നാമം ജപിച്ചു കഴിയുമ്പോൾ
നമ്മുടെ മനസ്സും ശരീരവും എല്ലാം കുറച്ച് കഴിയുമ്പോൾ ആ വികാരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറി ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് ശാന്തമായി തീരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതാണ് നാമജപത്തിൻ്റെ പ്രാധാന്യം. ഒരു 10 മിനിറ്റ് നേരം നാരായണ നാരായണ ഭഗവത് നാമങ്ങൾ ഏതെങ്കിലും ഒന്ന് ജപിച്ചു നോക്കൂ. നമ്മൾ സർവ്വ വിഷയങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. നമ്മൾ ഭഗവത് ചിന്തകൾ മാത്രമായി തീരും. അങ്ങനെ നിൽക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ മനസ്സ് ശാന്തമാവും. മനസ്സ് ശാന്തമായി തീർന്നാലോ പിന്നീട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നല്ല രീതിയിലായി തീരും. എന്തുകൊണ്ടാണ് പ്രവൃത്തികളൊന്നും നല്ല രീതിയിലാവാതിരിക്കുന്നത്? മനസ്സ് കലുഷിതമായിട്ടാണ്. ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മുടെ മനസ്സ് നിൽക്കുന്നില്ല. മറ്റേതോ വിഷയങ്ങളിൽ പിന്നാലെ ദ്വന്ദ്മായ ഭാവങ്ങളിൽ ഏതാ ചെയ്യേണ്ടത്, ഏതാ ശരി, ഏതാ തെറ്റി, ഇങ്ങനെയൊക്കെ തുടങ്ങി പല പല ആഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞ കലുഷിതമായ മനസ്സുകൊണ്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതിനുള്ള പരിഹാരം എന്താണ്? മനസ്സ് ശാന്തമാക്കി തീർക്കൂ. മനസ്സ് ശാന്തമാക്കി തീർക്കണേ എന്ത് വേണം? നാമജപമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. അത് ദിവസവും ചെയ്താൽ മതി. അതിൻ്റെ ഫലമൊന്നും നോക്കണ്ട. ഒരു 10 മിനിറ്റ് നേരം ദിവസവും നാമം ജപിച്ചു നോക്കൂ. തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും. ഇതിൻ്റെ ഗുണം എപ്പോഴാണ്? നമ്മൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ മനസ്സ് പാകപ്പെട്ട മനസ്സായി തീർന്നിട്ടുണ്ടാവും. ഏതൊരു കാര്യത്തിലും പെട്ടെന്ന് വികാരങ്ങൾക്ക് വിട്ടുപോവില്ല. അഥവാ വികാരത്തിൽ പെട്ടാലും പെട്ടെന്ന് റിക്കവറായിട്ട് മനസ്സ് ശാന്തമാക്കി തീർക്കാൻ നമ്മൾക്ക് സാധിക്കും. കാരണം എന്താ? ദിവസവും നാമം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊരു വിഷയവും നമുക്ക് കൈകാര്യം ചെയ്യാൻ ജീവിതത്തിൽ എളുപ്പമായി തീരും. അതുകൊണ്ടാണ് നാമം ജപിക്കാനായിട്ട് ഭാഗവതം പറയുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നതാണ് ഈ കലിയുഗത്തിലെ എല്ലാ മലിനമായിരിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥകളെ മുഴുവൻ നീക്കാനായിട്ട് നാമജപത്തിനുള്ള പ്രാധാന്യവും. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഭഗവത് കഥകളും നാമങ്ങളും കേൾക്കാതിരിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. കർമ്മങ്ങളും മറ്റും ഭഗവത് നാമങ്ങളും ഭഗവാനെ സ്തുതിക്കാനും അവ ചെയ്യാതിരിക്കാൻ, കലിദോഷം അകറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് നാമം ജപിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് ആണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. ഭാഗവത പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളുമെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ.